ഇന്ത്യയും അമേരിക്കയും ഔദ്യോഗികമായി തന്നെ സംയുക്ത പ്രസ്താവന പുറത്തുവിട്ടതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. സംയുക്ത പ്രസ്താവന വന്നതിന് ശേഷവും പക്ഷേ നിരവധി സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. കരാർ മൂലം നേട്ടം ആർക്ക് എന്ന ചോദ്യത്തിന് വ്യക്തത വന്നിട്ടില്ല. റഷ്യൻ എണ്ണയെക്കുറിച്ച് ഇതിലൊന്നും പരാമർശിച്ചിട്ടില്ല. മാധ്യമങ്ങളെ ആവർത്തിച്ച് കണ്ടിട്ടും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനും കഴിഞ്ഞിട്ടില്ല. ആ ആശങ്കകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ഭീഷണി കൂടി ഇന്ത്യക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിന് പാകിസ്ഥാന് പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ഈ ഘട്ടത്തിൽ പാകിസ്ഥാന് റഷ്യ നൽകുന്ന ഈ പിന്തുണ. അതിലേക്കാണ് നമ്മൾ വിശദമായി കടക്കുന്നത്. റഷ്യൻ എണ്ണ നേരിട്ടോ പരോക്ഷമായോ വാങ്ങില്ലെന്ന ഉറപ്പ് നൽകിയെന്ന് കാട്ടിയാണ് ഇന്ത്യക്ക് മേൽ ചുമത്തിയ 50% അധിക തീരുവ കഴിഞ്ഞ ദിവസം അമേരിക്ക വെട്ടിക്കുറച്ചത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയോ എന്നതിൽ കേന്ദ്ര സർക്കാർ വ്യക്തത വരുത്തിയിട്ടില്ലെങ്കിലും റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താനുള്ള നടപടികൾ ഇന്ത്യൻ കമ്പനികൾ ഊർജിതമാക്കിയതിന്റെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നീ പൊതുമേഖലാ എണ്ണ കമ്പനികൾ റഷ്യൻ എണ്ണയ്ക്ക് ഏപ്രിൽ മാസത്തെ ഓർഡർ നൽകുന്നത് മരവിപ്പിച്ചു എന്ന വിവരമാണ് പുറത്തുവന്നത്. റഷ്യൻ കമ്പനിക്ക് ഓഹരിയുള്ള നയാറയും ഏപ്രിലിൽ ഓർഡർ നൽകിയിട്ടില്ല. മാർച്ചിലേക്ക് നൽകിയ ഓർഡറും മുൻ മാസങ്ങളിലേക്കാൾ ഏറെ കുറവാണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽ, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നീ കമ്പനികൾ റഷ്യൻ ഇറക്കുമതി പൂർണ്ണമായും നിർത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ജനുവരിക്കും ഒക്ടോബറിനും ഇടയിൽ ഇന്ത്യയിലേക്കുള്ള മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 30 മുതൽ 35% റഷ്യയിൽ നിന്നായിരുന്നു. ഡിസംബറോടെ പക്ഷേ ഇത് 25%-ൽ താഴെയായി. കഴിഞ്ഞ വർഷം ജൂണിൽ 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു പ്രതിദിനം. ഇത് മാർച്ചിൽ പ്രതിദിനം 6 ലക്ഷം ബാരൽ എന്ന നിലയിലാകും എന്നതാണ് കണക്കാക്കുന്നത്. അതായത് ഔദ്യോഗിക പ്രഖ്യാപനമില്ലെങ്കിലും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുകയും ഭാവിയിൽ അത് നിർത്താനും തീരുമാനിച്ചിരിക്കുന്നു എന്നത് ഈ കണക്കുകളിൽ നിന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. വ്യാപാര കരാർ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് ഇട്ട ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിന് പിന്നാലെ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന ട്രംപിന്റെ പ്രസ്താവന തള്ളിക്കൊണ്ടാണ് റഷ്യ രംഗത്തു വന്നത്. ഇന്ത്യക്ക് ഏത് രാജ്യത്തു നിന്നും എണ്ണ വാങ്ങാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് റഷ്യൻ പ്രസ് സെക്രട്ടറി ദിമിത്രി പെസ്കോവ് അന്ന് വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യക്ക് റഷ്യ മാത്രമല്ല എണ്ണ നൽകുന്നതെന്നും ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ എപ്പോഴും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇതിൽ പുതുതായി ഒന്നുമില്ല എന്നതായിരുന്നു പെസ്കോവ് ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് റഷ്യയ്ക്ക് വ്യക്തമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നീക്കം വലിയ പ്രസക്തിയുള്ളതാകുന്നത്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെ പള്ളിയിലുണ്ടായ ബോംബാക്രമണത്തെ ശക്തമായി അപലപിച്ചാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിന് പാകിസ്ഥാന് പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആക്രമണത്തെ മൃഗീയമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം സുരക്ഷാ കാര്യങ്ങളിലും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഇസ്ലാമാബാദുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ തയ്യാറാണ് എന്ന് കൂടി അറിയിച്ചിരിക്കുന്നു. ഇന്ത്യ US-ഉമായി അടുക്കുന്ന വേളയിലാണ് റഷ്യയുടെ ഈ പുതിയ നീക്കം. റഷ്യയുമായി ബന്ധം സ്ഥാപിക്കാൻ കുറച്ചു നാളായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ശ്രമിച്ചു വരികയായിരുന്നു. എന്നാൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന റഷ്യ പാകിസ്ഥാനെ അവഗണിക്കാറായിരുന്നു പതിവ്. ഇതിന് മാറ്റമുണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്താണ് ഇന്ത്യ റഷ്യ ബന്ധം? ഇന്ത്യയും റഷ്യയും തമ്മിൽ അചഞ്ചലമായ സൗഹൃദമാണുള്ളത്. 78 വർഷത്തിലേറെയായി നിലനിൽക്കുന്ന ഒന്നാണ് ഇന്ത്യ റഷ്യ ബന്ധമെന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചത് അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ ഇടപെടലായിരുന്നു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകളെ പ്രതിരോധിക്കാൻ റഷ്യൻ ആണവ അന്തർവാഹിനികളും കപ്പലുകളും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അന്നെത്തി. 1971 സൗഹൃദ ഉടമ്പടിയിലൂടെ ഇന്ത്യക്ക് സൈനിക നയതന്ത്ര സഹായം നൽകിയിരുന്നു റഷ്യ. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ അനുകൂലമായ പ്രമേയങ്ങളെ വീറ്റോ ചെയ്ത് ഇന്ത്യ പലതവണ സഹായിച്ചിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും റഷ്യ ഇന്ത്യക്കൊപ്പം നിന്നിട്ടുണ്ട്. കശ്മീർ വിഷയം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ റഷ്യ ഇന്ത്യക്ക് അനുകൂലമായി തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ചിട്ടുണ്ട്. കശ്മീരിൽ വിദേശ ഇടപെടൽ ആവശ്യപ്പെട്ട പ്രമേയങ്ങളെ റഷ്യ തടഞ്ഞിട്ടുണ്ട്. 1998 പൊഖ്രാൻ ആണവ പരീക്ഷണത്തിന് പിന്നാലെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ റഷ്യ ഇന്ത്യയുമായുള്ള പ്രതിരോധ സാങ്കേതിക സഹകരണം തുടരുകയും
ഉപരോധങ്ങളിൽ പങ്കുചേരാൻ വിസമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാനാണ് അതിക്രമം തുടങ്ങിയതെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് റഷ്യ ഇന്ത്യക്ക് നയതന്ത്ര പിന്തുണ നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പഹൽഗാം ഭീകരാക്രമണ സമയത്ത് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ഉറച്ച പിന്തുണയാണ് റഷ്യ നൽകിയത്. എന്നിട്ടോ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിച്ചപ്പോൾ പാക് മിസൈലുകൾ ഇന്ത്യൻ മണ്ണിൽ പതിക്കാതെ സംരക്ഷണമൊരുക്കിയ ഇന്ത്യൻ വ്യോമസേനയുടെ സുദർശന ചക്രം S-400 ട്രയംഫ് വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ വാങ്ങിയതും റഷ്യയിൽ നിന്നാണ്. അപ്പോൾ ആ രീതിയിൽ ആയുധങ്ങൾ വാങ്ങുന്ന തരത്തിൽ ഉള്ള വലിയ സൗഹൃദവും ഇന്ത്യയും റഷ്യയും തമ്മിലുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പ്രതിരോധം, ഊർജം, നയതന്ത്രം എന്നീ മേഖലകളിൽ പരസ്പര വിശ്വാസത്തിലൂന്നിയ വളരെ സുദൃഢമായ ഒരു ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. ആ ബന്ധത്തിലാണ് ഇപ്പോൾ വിള്ളൽ വീഴുന്നത്. 2000 മുതൽ സ്പെഷ്യൽ ആൻഡ് പ്രിവിലേജ്ഡ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പാണ് ഇന്ത്യക്ക് റഷ്യയുമായുള്ളത്. ഇതിന്റെ 25ാം വാർഷികത്തിന് പിന്നാലെയാണ് ആ ബന്ധത്തിൽ ഇതുപോലെ ഒരു ഉലച്ചിലുണ്ടാകുന്നത്. അത് ഇന്ത്യക്ക് നല്ലതല്ല എന്നതാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യ-US വ്യാപാര കരാർ പ്രഖ്യാപനത്തിൽ പാക് അധീന കശ്മീരും അക്സായി ചിഹ്നം ഉൾപ്പെടുത്തിയ ഇന്ത്യയുടെ പൂർണ്ണ ഭൂപടം അമേരിക്ക ഉപയോഗിച്ചത് വലിയ ചർച്ചയായിരുന്നു. മുൻ നിലപാടുകളിൽ നിന്നുള്ള ഈ മാറ്റം പാകിസ്ഥാനും ചൈനയ്ക്കുമുള്ള ശക്തമായ സന്ദേശമായി വിലയിരുത്തപ്പെട്ടിരുന്നു. പക്ഷേ ട്രംപിനെ എങ്ങനെ വിശ്വസിക്കും? എണ്ണ വാങ്ങിയാൽ വീണ്ടും തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. നയതന്ത്ര രംഗത്ത് ഏതെങ്കിലും പ്രത്യേക സൈനിക ചേരികളിൽ ഭാഗമാകാതെ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്ന നയമാണ് ഇന്ത്യ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ചേരിചേരാ നയം ജവഹർലാൽ നെഹ്റുവിന്റെ ഈ നയത്തിൽ നിന്ന് വ്യതിചലിച്ച് മൾട്ടി അലൈൻമെന്റ് എന്ന നയത്തിലേക്ക് ഇന്ത്യ പുതിയ കാലത്ത് മാറിയിരുന്നു. അതായത് ഒരേ സമയം റഷ്യ, അമേരിക്ക തുടങ്ങിയ വിവിധ രാജ്യങ്ങളുമായി ശക്തമായ ബന്ധം നിലനിർത്തുക എന്ന രീതിയിലേക്ക്. പക്ഷേ റഷ്യയെ പിണക്കിക്കൊണ്ടുള്ള ഒരു നീക്കവും ഇന്ത്യക്ക് ഗുണകരമാകില്ല. റഷ്യയെ പോലെ വിശ്വസിക്കാൻ പറ്റുന്ന സുഹൃത്തല്ല ഇന്ത്യക്ക് മറ്റാരും എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഘട്ടത്തിൽ ഇപ്പോഴും ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തത പുറത്തു വന്നിട്ടില്ല. അവിടെ ഇന്ത്യക്കുള്ള ഒരു മുന്നറിയിപ്പ് വ്ളാഡിമിർ പുടിൻ നൽകിയതാണോ പാകിസ്ഥാനുള്ള ഈ പിന്തുണ എന്ന സംശയമാണ് ഉയരുന്നത്. എന്തായാലും ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്നത് തന്നെ കാണാം. റഷ്യയെ പിണക്കാതെ മുന്നോട്ട് പോവുക എന്നതാണ് ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അതനുസരിച്ചുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.